ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. അപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്ന സ്റ്റോക്സ് എല്ലാം മോസ്റ്റ്ലി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളൊക്കെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇടുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ വന്ന വിഷയം ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ആൻഡ് എല്ലാവരും ഇത് മൊത്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി എടുത്ത സ്റ്റോക്കുകൾ ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നമുക്കിപ്പോൾ അറിയാം ട്രേഡ് ഒരു സപ്പോർട്ട് റേഞ്ചിൽ നടക്കുകയാണ്. 25,000 എന്ന് പറയുന്ന ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് ആയി മാത്രം കണക്കാക്കാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നടക്കുന്ന ഒരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 25,000 സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു 15 മിനിറ്റ്സ് ചാർട്ട് ഇവിടെ നോക്കിയിട്ട് പോകാം. അപ്പോൾ 15 മിനിറ്റ്സ് ചാർട്ട് നോക്കിയാൽ അറിയാം മാർക്കറ്റ് ഇന്ന് പെർഫോം ചെയ്യുന്ന രീതി നോക്കിയിട്ട് മാർക്കറ്റിന് ഒരു ഇൻറ്റൻഷൻ അപ്പ് പോകുന്നുണ്ട്. ബട്ട് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. നല്ലൊരു സെല്ലേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 25,250 25,250 ഇതാ ഈ റേഞ്ചിലാണ് മാർക്കറ്റിൽ സെല്ലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മാർക്കറ്റ് പുഷ് ചെയ്ത് മുകളിൽ പോകാൻ നോക്കുമ്പോഴും എവിടെയാണ് ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം 15 മിനിറ്റ്സിൽ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ട്രെൻഡ് ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ എന്തുണ്ടാവാം, ലിക്വിഡിറ്റി ഉണ്ടാവാം. അപ്പോൾ നാളത്തെ ഒരു ദിവസം രണ്ട് രീതിയിൽ പെർഫോം ചെയ്യാം. ഒന്ന്, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത ശേഷം മാർക്കറ്റ് വീണ്ടും അപ്പ് പോയി ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് വേറെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ട് താഴോട്ട് വന്ന് ആൻഡ് മാർക്കറ്റ് മേ ബി ഈ ഒരു റേഞ്ചിൽ നിന്ന് അപ്പ് പോകാനും സാധ്യതയുണ്ട്. അപ്പം നമുക്കിപ്പം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് പക്ക രീതിയിലൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഏകദേശം ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമേ നടത്താൻ കഴിയത്തുള്ളൂ. അതേപടി ഒന്നും നടക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. ബട്ട് നമുക്ക് എവിടെയൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഈ 25,000 ആൻഡ് 25,230 ഈ രണ്ട് റേഞ്ചും ഹോൾഡ് ചെയ്ത് ഇതിൻ്റെ ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ പറയാൻ വന്ന ഇഷ്യൂവിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ ചെറിയ ക്യാപിറ്റൽ. ആദ്യമായിട്ട് ബിഗിനേഴ്സിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വരുമ്പോൾ ഡൗട്ടാണ് നമുക്ക് എന്താണ് ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1 lakh കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ചെറിയ ക്യാപിറ്റൽ എന്നുള്ളത് ഒരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. നമ്മൾ ജസ്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് ആ ഒരു ക്യാപിറ്റൽ നശിക്കാതെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല നല്ല ട്രേഡിങ്ങിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഉള്ള ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ അനാവശ്യമായ ട്രേഡ്സ് ഒന്നും എടുക്കാതെ കഴിയുമെങ്കിൽ സ്വിംഗ് ട്രേഡ് മാത്രം, അതും ക്യാപിറ്റലിലെ ചെറിയ എമൗണ്ട് മാത്രം എടുത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് സ്റ്റോക്സ് ഇപ്പോൾ കാണിച്ചു തരാം. ബൽറാം ചിൻ, ജുബിൽ ഇൻഗ്രിയ, LT ഫുഡ്സ്, നവ ആൻഡ് ഏജിൽ, ഈ ഒരു 4 സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസാണ്. ഇന്നിപ്പോൾ ഒരു 3 സ്റ്റോക്കിൽ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ബേസിക്കലി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സ്റ്റോക്ക് ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ടിന് മുന്നേ വാങ്ങി അതിന് കംഫർട്ടബിളായിട്ട് ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു പുൾ ബാക്കിൽ വാങ്ങുക. അതും അല്ലെങ്കിൽ എന്താ ചെയ്യുക, സപ്പോർട്ട് റേഞ്ചിൽ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു 3 രീതിയിലായിരിക്കണം നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ ബൽറാം പോച്ചിൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ക്യാപിറ്റൽ ഉണ്ട്, അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് സ്ഥിരം വാച്ച് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി സപ്പോർട്ട് റേഞ്ചുകളിൽ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതും ഒരുപാട് കാശിട്ടല്ല വാങ്ങാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ടെങ്കിൽ അതിനെ 10,000 വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് 5 സ്റ്റോക്കിലായിട്ട് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ളൊരു രീതിയിലേക്ക് സ്റ്റോക്ക് വാങ്ങാതെ നിങ്ങൾ കുറച്ചുകൂടെ സേഫ് സോണിലുള്ള സ്റ്റോക്സ് വാങ്ങണം. അതായത് നിങ്ങളിപ്പോൾ നോക്കിയേ, ഞാൻ ഇവിടെ ജസ്റ്റ് ബൽറാം പൂച്ചിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ചെറിയ ആദ്യമായിട്ട് വരുന്ന ട്രേഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഔട്ടുകളിലേക്ക് വലിയ രീതിയിൽ ആദ്യം പോരുത്. ആദ്യം സ്വിംഗ് ട്രേഡ് ചെയ്ത് പഠിക്കേണ്ടത് ചെറിയ ചെറിയ സപ്പോർട്ടുകളിലൊക്കെ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് ഇതാ ഈ ഒരു റേഞ്ചിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഉടനെ ഈ ബ്രേക്ക് ഔട്ട് വാങ്ങുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾ കുറച്ച് ലോ റിസ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങൾ ഇതേപോലെ ബ്രേക്ക് ഔട്ടിൽ വാങ്ങാതെ ഒരു റീടെസ്റ്റ് കൺസിഡർ ചെയ്യുക. അതാകുമ്പോഴത്തേക്കും എന്താ നിങ്ങളുടെ ക്യാപിറ്റൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കും. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ കീഴ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്വിംഗ് ലോ എന്താ ഇത്രയും വലിയൊരു സ്വിംഗ് ലോയ്ക്ക് താഴെയൊക്കെ കൊടുക്കാം. റീടെസ്റ്റ് ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും അത് ട്രേഡ് ചെയ്ത് റൺ ചെയ്യാൻ ശ്രമിക്കുക. അത് വലിയ ക്വാണ്ടിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങിച്ച് ഇതേപോലെയൊക്കെ ഹോൾഡ് ചെയ്ത് വലിയ പൊസിഷൻസൊക്കെ റൺ ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ട്രേഡിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത് വലിയ വലിയ ബ്രേക്ക് ഔട്ട് ട്രേഡ്സിലേക്ക് പോകാതെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ട്രേഡ് അല്ലെങ്കിൽ സപ്പോർട്ട് റേഞ്ചിൽ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാനുള്ളൊരു എന്താ പറയുക, മാർക്കറ്റിൽ പേടി കൂടാതെ ഇരിക്കാനും ട്രേഡ്സ് റൺ ചെയ്യാനുള്ള ധൈര്യം വരും. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡർ അല്ല, നിങ്ങൾ ആദ്യമായിട്ട് ബിഗിനർ സ്റ്റേജിൽ വരെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോക്കുകൾ ഇതേപോലെ സപ്പോർട്ട് റേഞ്ചുകളിലൊക്കെ വാങ്ങി ട്രേഡ് ചെയ്ത് 5-10 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ലോസ് നിങ്ങളുടെ മിനിമലായിരിക്കും. ഓക്കെ, ഇതേപോലെ സപ്പോർട്ട് റേഞ്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോക്സ് വാങ്ങി നിങ്ങളെ ട്രയൽ, നിങ്ങളെ ഒരു അക്യുറസി പരീക്ഷിക്കുക. നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കുകൾ പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനങ്ങൾ ഇതേപോലെയൊക്കെ നിൽക്കുക. 5-10 ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് പഠിക്കണം. അതായത് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നിങ്ങൾ ഒരു ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോയ സ്ഥലമാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് വരാൻ നേരത്ത് എന്താ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക, ഒരു കൺഫർമേഷൻ എടുത്ത ശേഷം അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, ഒരു ബൈയിങ് പ്രഷർ കാണിച്ചു. കണ്ടേ, ഇവിടെ ഒരു ബൈയിങ് പ്രഷർ കാണിച്ചില്ല, ഇതാ നോക്കി, ഇവിടെ ബൈയിങ് പ്രഷർ കാണിച്ചു. ആൻഡ് മാർക്കറ്റ് ഇവിടെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു റീടെസ്റ്റ് കിട്ടി. അപ്പോൾ ആ റീടെസ്റ്റിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ നമുക്കറിയാം ഈ ഒരു റീടെസ്റ്റ് വന്നപ്പോൾ കൊള്ളാം. എന്താ ഈ ഒരു റേഞ്ച് 32, ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ട്രേഡ് റൺ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഹൈ വരെയൊക്കെ റൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ 50,000 രൂപയ്ക്കാണ് ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അതിന് 5 സ്പ്ലിറ്റ് ചെയ്ത് 10,000 രൂപയ്ക്ക് മാത്രം ഇത് വാങ്ങുക. ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുക, ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ശ്രമിക്കുക. ആ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വലിയ വലിയ റിസ്കി ട്രേഡ്സിലേക്കൊന്നും പോകരുത്. ബ്രേക്ക് ഔട്ട് ട്രേഡ്സൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് പോകാതെ ഇതേപോലെ സപ്പോർട്ട് റേഞ്ചുകളിൽ വരുന്ന സ്റ്റോക്സ് വാങ്ങി ആദ്യം ശീലിക്കുക. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാനും ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മുടെ റിസ്ക് എപ്പോഴും ചിന്തിക്കണം. ഇപ്പം നമ്മുടെ ചിന്ത എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ വെറി ചെയ്യുന്ന കാര്യം എന്താണ്, ഇത് കൂടുതൽ ലോസ് ആയാൽ നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ലേ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് വേണം, കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ, അതിനെ പ്രോഫിറ്റ് റൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് വലിയ ലോസ് വരുമോ എന്നുള്ള ഭയമില്ലാതെ ഹോൾഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ 3-4 സ്റ്റോക്സിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അതും വളരെ ചെറിയ ക്യാപിറ്റലാണ്. നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനായിട്ട് ഞാൻ വളരെ ചെറിയ ക്യാപിറ്റലിനാണ് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്നത്. ബൽറാംപൂർ ചീനി മിൽസ് എന്ന കമ്പനിയിൽ ഞാനിവിടെ കുറേ ദിവസമായിട്ട് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുമായിരുന്നു, ഷുഗർ സെക്ടറിൽ. ആൻഡ് ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ വാച്ച് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് മാർക്കറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന റിസ്ക് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി, അതൊരു 10 to 20 സ്റ്റോക്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് 660 അല്ലെങ്കിൽ 700 റേഞ്ച് വരെയൊക്കെ ഞാനത് റൺ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് വരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഇതാ ഈ ഒരു റേഞ്ചാണ്, ഇതാ 594. അതായത് 10-20 EMIക്ക് താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഞാൻ എത്ര ക്വാണ്ടിറ്റി വാങ്ങി എന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ചെറിയ റിസ്കിൽ ട്രേഡ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരികയാണ്. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി, എൻ്റെ റിസൾട്ട് ആയിട്ടില്ല, ഞാൻ എടുത്ത ക്വാണ്ടിറ്റി എല്ലാം ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ചെറിയ സ്റ്റോക്കാണ്. ഇപ്പോൾ ഇത് ബ്രേക്ക് ഔട്ടിലേക്ക് നീങ്ങുന്നൊരു സ്റ്റോക്കാണ്. ഞാൻ അതിന് മുന്നേ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ച്. അപ്പോൾ ഇത് റിസ്കി ട്രേഡാണ്. അപ്പം ബിഗിനേഴ്സൊന്നും ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു ട്രേഡാണിത്. അപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കും സ്ക്രീനിൽ. ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ഇത് മാക്സിമം ഈ ഒരു 668 to 700 റേഞ്ച് വരെ റൺ ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 29 rupees അടുപ്പിച്ചാണ്. സോ എനിക്ക് റിസ്ക് കുറവാണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം റിസ്കിൽ നമുക്ക് മാക്സിമം ഈ ഒരു ഹൈ വരെയൊക്കെ റൺ ചെയ്യാനുള്ളൊരു അവസ്ഥ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് വരുന്ന ഡേയ്സിൽ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എൻട്രി ചെയ്ത സ്റ്റോക്ക് ബൽറാംപൂർ ചിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയ എമൗണ്ടിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കും സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരികയാണ്. ഏറ്റവും ചെറിയ എമൗണ്ടിൽ പഠിച്ചിട്ട് ചെയ്താൽ റിസ്ക് കുറഞ്ഞ് ട്രേഡ്സ് നമുക്ക് എടുക്കാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ജുബിലൻ്റ് ഇൻഗ്രീവിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത് ഞാൻ ഇന്ന് ട്രേഡ് എടുത്ത് വച്ചേക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു,
ഒരു റീടെസ്റ്റ് തന്നു. ആൻഡ് മാർക്കറ്റ് വീണ്ടും ഒരു 2 or 3 days കഴിഞ്ഞ് ഇത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒരു ബ്രേക്ക് കഴിഞ്ഞു, റീടെസ്റ്റ് കഴിഞ്ഞു, ആൻഡ് സ്റ്റോക്കിന് അപ്പ് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഒരു 6% അല്ലെങ്കിൽ 7% മൂവ്മെൻറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10-20 EMAയ്ക്ക് താഴെ ആയിരിക്കും ഞാൻ ഇത് സ്റ്റോക്ക് വിൽക്കുക. കാര്യം കെമിക്കൽ സെക്ടറാണിത്. ഇപ്പോൾ കെമിക്കൽ സെക്ടർ ഞാൻ കുറച്ച് ബുള്ളിഷാണ് കുറച്ച് ദിവസങ്ങൾക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ആൻഡ് 1:2 അല്ല, അതിൽ കൂടുതൽ കിട്ടും. ഇതിൻ്റെ ഒരു ഇത് 32 രൂപ സ്റ്റോപ്പ് ലോസ് ആണ്. മോസ്റ്റ്ലി 1:2 റേഞ്ചിന് മുകളിൽ എനിക്കൊരു റിസ്ക് റിവാർഡ് ഇതിൽ കിട്ടും. വളരെ ചെറിയ ക്യാപിറ്റലിൽ ഞാൻ എടുത്ത സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നതായിരിക്കും. വളരെ ചെറിയ എമൗണ്ട്, ലോസും കുറവായിരിക്കും. പക്ഷേ പ്രോഫിറ്റ് കൊടുക്കുന്ന ലോസ് ഞാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. സോ ബെറ്റർ ആയിരിക്കും. ആൻഡ് അടുത്ത സ്റ്റോക്ക് LT ഫുഡ്സാണ്. നിങ്ങൾ നോക്കിയേ, ഇത് ഞാൻ വാങ്ങിയത് ബ്രേക്കൗട്ടിലല്ല. നമ്മളത് വീഡിയോസിൽ മുന്നേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കൊക്കെ നല്ലൊരു സ്റ്റോക്കായിരുന്നു. കുറച്ച് വാങ്ങി ഹോൾഡ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ചെറിയ ക്യാപിറ്റലിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇന്നൊരു 3 മണി സമയം അടുപ്പിച്ചൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇത് എത്രയാണ് ആവറേജ് പ്രൈസ്, ആൻഡ് എത്രയാണ് അതിൻ്റെ എമൗണ്ട്, ആൻഡ് എത്ര സ്റ്റോക്കാണ്. വളരെ ചുരുങ്ങിയ സ്റ്റോക്സാണ്. ആൻഡ് റൺ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിക്കും. ഞാനിത് വാങ്ങി മാക്സിമം ഈ റേഞ്ച് 546, 549 വരെയൊക്കെ റൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമുക്ക് നോക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഈ വീഡിയോസും സ്ക്രീൻഷോട്ട്സും അടക്കം കാണിക്കുന്നത് ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ 10,000 to 12,000 റേഞ്ചിലാണ് ഓരോ സ്റ്റോക്കും വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു എമൗണ്ട് ഇട്ട് വാങ്ങി ആ ഒരു ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ നമ്മൾ ആദ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ വാങ്ങിയത് നവയാണ്. ഇതും കണ്ടില്ല, റെസിസ്റ്റൻസ് സോൺ ബ്രേക്കൗട്ട് ചെയ്ത് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നു, വീണ്ടും മാർക്കറ്റ് അപ്പ് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ലിമിറ്റഡ് സ്റ്റോപ്പ് ലോസ് ആണ്. ഇന്നത്തെ ഡേ ലോയ്ക്ക് താഴെ 12 രൂപയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 670 റേഞ്ചിലേക്ക് ഞാൻ വയ്ക്കും. അപ്പോൾ എനിക്ക് വരുന്ന ദിവസങ്ങളിൽ ബ്രേക്കൗട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഇതും വാങ്ങിയിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നവയിൽ വാങ്ങിയിരിക്കുന്നത്. മോസ്റ്റ്ലി 12,000 അടുപ്പിച്ചാണ് ഞാൻ ഇത് വാങ്ങാനെടുത്ത എമൗണ്ട്. കാരണം പ്രോഫിറ്റും നല്ലൊരു റേഞ്ചിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത നാളെ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലിട്ട സ്റ്റോക്കാണ് AGIIL അജിൽ. ഇതും സെയിം പാറ്റേൺ ആണ്. ബ്രേക്കൗട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, ആൻഡ് ഒരു അപ്പർ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 1200 റേഞ്ചിലേക്ക്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങാൻ പോകുന്നത് നാളെ ഞാൻ നോക്കും. ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നാളെ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കായിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങുന്നത് ചെറിയ എമൗണ്ടിലാണ്. അത് നിങ്ങളെ ഒന്ന് തെളിയിക്കാനാണ്. ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് ട്രേഡ്സ് റൺ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്സിനെ തിരഞ്ഞെടുത്ത് ബ്രേക്കൗട്ടിന് ശേഷമായാലും എവിടെ എൻ്റർ ചെയ്യണമെന്നൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക, കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യുക. ശേഷം കുറേ കാലം നിങ്ങൾ സ്റ്റോക്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതായ ഒരു ടെക്നിക്സ് അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം മാത്രം ചെറിയ എമൗണ്ടുകളിൽ വാങ്ങി സ്വിംഗ് ട്രേഡിലേക്ക് കടക്കുക. സ്വിംഗ് ട്രേഡ് തുടക്കകാലത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലോസൊക്കെ വരും. അതൊന്നും കാര്യമാക്കരുത്. അപ്പോൾ ആ ലോസ് എപ്പോഴും കൺട്രോളിലായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് കുറച്ച് എമൗണ്ടിൽ മാത്രം ട്രേഡ് ചെയ്ത് ശീലിക്കുക. അങ്ങനെയെങ്കിൽ വരുന്ന കാലങ്ങളിൽ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടോ ട്രേഡറായിട്ട് വരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രേഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം വളരെ ഞാൻ പറഞ്ഞു 50,000 രൂപ അടുപ്പിച്ച് ഇതിലായിട്ടുള്ളൂ. എത്ര രൂപ ട്രേഡ്സ് എടുത്തു എന്നും 3 ട്രേഡ്സിലാണ് എൻ്റർ ചെയ്തേക്കുന്നത്. 4 ട്രേഡ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്, അതും ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.